ഇരട്ട കൊലപാതക കേസിലെ പ്രതികൾക്ക് ഇരട്ട ജീവപര്യന്തം ഉൾപ്പെടെ ശിക്ഷ ലഭിച്ച പ്രതികളെ കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് CPM സംസ്ഥാന കമ്മിറ്റി അംഗവും ജയിൽ ഉപദേശക സമിതി അംഗവുമായ P. ജയരാജൻ്റെ നേതൃത്വത്തിൽ ആർപ്പുവിളികളോടെ മുദ്രാവാക്യം വിളിച്ച് ആനയിച്ച് സ്വീകരിച്ചത് നിയമവാഴ്ചയോടുള്ള കനത്ത വെല്ലുവിളിയാണ്. സമാധാനകാംക്ഷികളെ ഞെട്ടിപ്പിക്കുന്ന സംഭവമാണ്. CPM കൊലപാതകത്തെ പ്രോത്സാഹിപ്പിക്കുന്നു. കൊലപ്പുള്ളികൾ ശിക്ഷിക്കപ്പെട്ട കൊലപ്പുള്ളികൾക്കെല്ലാം ഒത്താശയും പ്രേരണയും നൽകുന്നു, സംരക്ഷണം നൽകുന്നു, നിയമവാഴ്ചയെ വെല്ലുവിളിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും പ്രകടമായിട്ടുള്ള തെളിവാണ്. ഇന്ന് CPM പ്രവർത്തകനെ കൊലപ്പെടുത്തിയ BJP പ്രതികളെ ഇന്ന് തലശ്ശേരി കോടതി ശിക്ഷിച്ചിട്ടുണ്ട്. ആ ശിക്ഷാവിധിയെയും കോൺഗ്രസ് പാർട്ടി സ്വാഗതം ചെയ്യുകയാണ്. ആ പ്രതികളെ ഇത്തരത്തിൽ ജയിലിലേക്ക് BJP പ്രവർത്തകർ ഹർഷാരവത്തോടെ മുദ്രാവാക്യം വിളിച്ച് നേതാക്കന്മാർ വന്ന് ജയിലിലേക്ക് സ്വാഗതം ചെയ്താൽ ആരാണ് പരാജയപ്പെടുന്നത്? നിയമവാഴ്ചയാണ് പരാജയപ്പെടുന്നത്. അത് സമാധാനകാംക്ഷികൾ വളരെ ആശങ്കയോടെയാണ്, ഞങ്ങളെ പല ആളുകളും വിളിക്കുകയാണ് ഇക്കാര്യത്തിലുള്ള പ്രതിഷേധം അറിയിച്ചുകൊണ്ട്. സത്യത്തിൽ ഈ കൊലപാതക കേസുകളിലെ ശിക്ഷാവിധി, ജയിൽ ശിക്ഷ, തടവ് ശിക്ഷ, അത് പ്രതികളിൽ നല്ല ആഘാതം ഉണ്ടാക്കുന്നുണ്ട്. നമ്മുടെ നിയമവ്യവസ്ഥയുടെ ഭാഗം തന്നെയാണ്. അതിൻ്റെ ഒരു കാര്യം, ഈ പെരിയ കേസിൽ തന്നെ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയ പ്രതികളോട് കോടതി ചോദിച്ചു, നിങ്ങൾക്ക് ശിക്ഷയെക്കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ എന്താണ്, വിഷ്ണു എന്ന സുര 15-ാം പ്രതി, അദ്ദേഹം പറഞ്ഞത് എന്താണ്? അദ്ദേഹം റിമാൻഡ് പ്രതിയായി, റിമാൻഡ് തടവുകാരനായി ഇത്രയും നാൾ ജയിലിൽ കിടന്നതിൻ്റെ അനുഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ അദ്ദേഹം പറയുകയാണ്, പൊട്ടിക്കരഞ്ഞുകൊണ്ട് കോടതി പറയുകയാണ്, ബഹുമാനപ്പെട്ട കോടതി എന്നെ ദയവ് ചെയ്ത് എന്നെ വധശിക്ഷയ്ക്ക് വിധിക്കണം എന്നൊരു പ്രതി പറയണമെങ്കിൽ ജയിൽ ശിക്ഷയ്ക്ക്, തടവ് ശിക്ഷയ്ക്ക് അതിൻ്റേതായ പ്രാധാന്യമുണ്ട്. ഇരിട്ടിയിൽ ഈ അടുത്ത കാലത്ത് ഒരു കൊലക്കേസിൽ പ്രതിയായ CPM പ്രവർത്തകൻ വിനീഷ് പൊളിറ്റിക്കൽ മർഡർ കേസിൽ പ്രതിയാണ്. പരോളിലിറങ്ങിയ വിനീഷ് തൂങ്ങി മരിച്ചു, ആത്മഹത്യ ചെയ്തു. എന്താ തെളിയിക്കുന്നത്? ജയിൽ ജീവിതം ഇവരാരും കൊട്ടിഘോഷിക്കുന്നത് പോലെ, ഉദ്ഘോഷിക്കുന്നത് പോലെ പ്രതികളോ അവരുടെ കുടുംബക്കാരോ, ജയിൽ പുള്ളികളോ അവരുടെ കുടുംബക്കാരോ ജയിൽ ജീവിതത്തെ ആഘോഷമാക്കി കാണാൻ ആഗ്രഹിക്കുന്നില്ല. ജയിലിൽ പ്രതികൾക്ക് CPM ഭരണത്തിൻ്റെ തണലിൽ എന്തൊത്താശകൾ ചെയ്തു കൊടുത്താലും, സുഖജീവിതം ഒരുക്കിയാലും, ബന്ധൂര കാഞ്ചന കൂട്ടിലാണെങ്കിലും ബന്ധനം തന്നെ പാരിൽ. ജയിൽ പുള്ളികൾക്ക് അതിൻ്റേതായ മാനസിക സംഘർഷമുണ്ട്, പ്രയാസമുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ ശിക്ഷാ നിയമത്തിൽ അങ്ങനെ ഒരു തടവ് ശിക്ഷ എന്ന വ്യവസ്ഥ വെച്ചിട്ടുള്ളത്. ആ പ്രതികളെ ഹർഷാരവത്തോടെ, മുദ്രാവാക്യം വിളികളോടെ അവരെ ജയിലിലേക്ക് ആനയിക്കുക എന്ന് പറഞ്ഞാൽ ഇത് ക്രിമിനലിസത്തെ, കൊലപാതക രാഷ്ട്രീയത്തെ നഗ്നമായിട്ട് പ്രോത്സാഹിപ്പിക്കലാണ്. ഇത് കണ്ണൂരിലെ CPM നേതൃത്വം വളരെ ബോധപൂർവമായി ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. കൊടിസുനിക്ക് നിയമവിരുദ്ധമായിട്ട് പരോൾ കൊടുക്കുന്നു. പരോളിൽ ഇറങ്ങിയതിന് ശേഷം കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ട ഒരു വ്യക്തിക്ക് പരോൾ വ്യവസ്ഥ പ്രകാരം പരോൾ വീണ്ടും ആവർത്തിച്ച് കൊടുക്കാൻ പാടില്ല. 1 മാസത്തെ ദീർഘ പരോളാണ് വയനാട്ടിൽ സുഖവാസത്തിനുള്ള സാഹചര്യം. കൊടിസുനി തന്നെ പെരിയ കേസിൽ ശിക്ഷിക്കപ്പെട്ട പ്രതിയുമായിട്ട് കോടതി വരാന്തയിൽ ദീർഘ സംഭാഷണത്തിൽ ഏർപ്പെടുകയാണ്. എന്താ അതിൻ്റെ അറ്റാച്ച്മെൻറ്റ്? കൊടിസുനി ഒരു വാടക കൊലയാളി മാത്രമാണ്. അദ്ദേഹത്തിന് പെരിയ കൊലക്കേസിൽ ശിക്ഷിക്കപ്പെട്ട ലോക്കൽ സെക്രട്ടറിയുമായിട്ട് ദീർഘനേരത്തെ സംഭാഷണത്തിന് സൗകര്യം ഒരുക്കി കൊടുക്കുകയാണ്. വേറൊരു കൊലക്കേസിൽ ശിക്ഷിക്കപ്പെട്ട് പരോളിലിറങ്ങി വീടിൻ്റെ ഗൃഹപ്രവേശനം നടത്തുന്ന CPM പ്രതിയുടെ ഗൃഹപ്രവേശനത്തിൻ്റെ സാധാരണ ഇല്ലാത്തൊരു ചടങ്ങാണ് ഗൃഹപ്രവേശനത്തിൻ്റെ നാട മുറിക്കുന്നത്. സാധാരണ വീട്ടിൽ കൂടലിന് നാട മുറിക്കലില്ല. നാട മുറിച്ചത് 2 ജയരാജന്മാർ, P. ജയരാജനും M. ജയരാജനും കൂടിയാണ് നാട മുറിച്ചത്. അതും സത്യത്തിൽ എന്തിനാണ് പ്രോത്സാഹിപ്പിക്കുന്നത്? നേരത്തെ കൊലക്കേസ് പ്രതിയുടെ വിവാഹത്തിൽ, ആർഭാടപൂർവമായ വിവാഹത്തിൽ പങ്കെടുത്തതിൻ്റെ പേരിൽ അത് പിന്നെ നിഷേധിക്കുകയും അതിനെ ന്യായീകരിച്ച് ബുദ്ധിമുട്ടുകയും ചെയ്ത CPM നേതാക്കന്മാരെ നമുക്ക് കാണാൻ സാധിച്ചു. അപ്പോൾ ആവർത്തിച്ച് കൊലപാതക കേസുകളിൽ ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്ന പ്രതികൾക്കെല്ലാം ഒത്താശയും ചെയ്യുകയും അത് ആഘോഷമാക്കി മാറ്റുകയും അവരെ മഹത്വവൽക്കരിക്കുകയും ചെയ്യുന്ന CPMൻ്റെ ഈ സമീപനം തെറ്റാണ്. അത് തിരുത്തണം.
ഞങ്ങൾ ചോദിക്കുന്നു, കേരളത്തിലെ ഭരണത്തിൻ്റെ ബലത്തിലാണ് CPM ഇത് ചെയ്യുന്നത്. LDF-ൽ തന്നെ CPIക്ക് എന്താ അഭിപ്രായം? കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് പെരിയ ഇരട്ടക്കൊലക്കേസിലെ ഇരട്ട ജീവപര്യന്ത ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട പ്രതികളെ P. ജയരാജൻ ഉൾപ്പെടെയുള്ള ജയിലുപദേശക സമിതി അംഗം ഉൾപ്പെടെയുള്ളവർ ആഘോഷമായിട്ട് സ്വീകരിച്ചതിനെ CPI എങ്ങനെ കാണുന്നു? മറ്റ് LDF ഘടകകക്ഷികൾ, LDF-ൻ്റെ ഘടകകക്ഷികളായിട്ടുള്ള ആൾക്കാർ നിയമവാഴ്ചയെ അംഗീകരിക്കുന്നവരാണോ? മറ്റ് ഘടകകക്ഷി നേതാക്കന്മാർ ഇതിനെ എങ്ങനെ കാണുന്നു? കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് ഉത്തരവില്ലേ? CPM സംസ്ഥാന സെക്രട്ടറിക്ക് ഉത്തരവില്ലേ? അവർ ഈ കാര്യത്തിൽ ഉത്തരം പറയണം. ജനങ്ങളിൽ അതിശക്തമായിട്ടുള്ള പ്രതിഷേധമുണ്ട്. ആ പ്രതിഷേധത്തിൻ്റെ കൂടെ നിയമവാഴ്ചയോടൊപ്പം നിൽക്കാൻ കണ്ണൂർ ജില്ലയിലെ കേരളത്തിലെ കോൺഗ്രസ് ആഗ്രഹിക്കുന്നു. അതിനെയൊക്കെ പറയും. ഇത് കേവലം ഒരു സന്ദർശനമാണോ? എല്ലാവർക്കും നിങ്ങൾ തന്നെയല്ലേ? ഞങ്ങളിതെങ്ങനെയായിരുന്നു? ഞങ്ങൾ ജയിലിലുണ്ടായിരുന്നില്ല. മാർട്ടിൻ ജോർജോ ഞാനോ ജയിലിലുണ്ടായിരുന്നില്ല. ഞങ്ങൾ മാധ്യമങ്ങളിലൂടെയാണ് കണ്ടത്. ജയിൽ ഉപദേശക സമിതി അംഗമാണ്. ഇതിനുമുമ്പ് അങ്ങനെ സംഭവമില്ല. ഈ ജയിൽ പുള്ളികൾ സന്തോഷവാന്മാരാണോ? അവരെ ഇങ്ങനെ ഉത്തേജക മരുന്ന് കുത്തിവെച്ചാലാവുമോ? ഈ മുദ്രാവാക്യം അവർക്ക് ഉത്തേജകമാവുമോ? അങ്ങനെയെങ്കിൽ ഈ വിഷ്ണുസുര പറയുമോ? എന്നെ തൂക്കിലേറ്റാൻ പറയുമോ? എന്തുകൊണ്ടാണ് പറഞ്ഞത്? തൂക്കിലേറ്റപ്പെടണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടല്ല പറയുന്നത്. ജയിൽ ജീവിതം അത്ര ശുഭകരമല്ല എന്ന് മനസ്സിലാക്കിയിട്ടാണ് പറയുന്നത്. 5 കൊല്ലത്തെ ജയിൽവാസത്തിലാണ് ഇത് പറഞ്ഞതെങ്കിൽ കൂടുതൽ വർഷം ജയിലിൽ കിടക്കുമ്പോൾ അതിൻ്റെ പ്രതിസന്ധിയുണ്ട്. അതത്ര സന്തോഷകരമല്ല. എത്ര 5 സ്റ്റാർ ഫെസിലിറ്റി അവിടെ ഒരുക്കിയാലും തടവ് തന്നെയാണ്. മുഖ്യമന്ത്രി തീരുമാനിക്കട്ടെ. ഇങ്ങനെ ആളുകളെയാണോ? ജയരാജൻ പലതും കൊണ്ട് അതിന് യോഗ്യനാണ്. പലതും യോഗ്യത തെളിയിക്കുകയാണ്. ജയരാജനിപ്പം മത്സരിച്ച് യോഗ്യത തെളിയിക്കുക. അതെന്തിൻ്റെ യോഗ്യതയാണെന്ന് സാമാന്യ ബോധമുള്ള സമാധാന സ്നേഹികൾ ചിന്തിക്കണം. കൊലക്കേസിലെ പ്രതിയുടെ വീടിൻ്റെ നാട മുറിക്കുന്നത് അതാണോ പൊളിറ്റിക്കൽ ഉത്തരവാദിത്വം? ഇതിനകത്ത് കണ്ണൂർ സെൻട്രൽ ജയിലിൽ CPM-കാർക്ക് തടവുകാർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നേരത്തെ നമ്മൾ കണ്ടതാണ്, കുറച്ച് മാസങ്ങൾക്ക് മുമ്പ്. ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യം, ഒരു തടവ് പുള്ളിക്ക് അദ്ദേഹത്തിൻ്റെ കാമുകീനെ അടക്കം അവിടെ കൊണ്ടുവരാനും സംസാരിക്കുവാനുമുള്ള അവസരം, അതും കുറേ സമയം. അതെവിടെയാണ് നടക്കുക? അപ്പോൾ എന്തും ഏതും എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കുന്ന ഒരു സ്ഥലമായി കണ്ണൂർ സെൻട്രൽ ജയിൽ മാറിയിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ അവിടുന്ന് ഈ പ്രതികളെല്ലാം ഇങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ അത് ഒരിക്കലും ആശ്വാസകരമല്ല. കാരണം ഇപ്പോൾ ഇതോടെ MLA സൂചിപ്പിച്ചതുപോലെ ഇന്ന് BJP-യുടെ പ്രതികൾ ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. അവരും ഈ സെൻട്രൽ ജയിലിൽ വരുന്നു, ആഘോഷപരമായ ചടങ്ങുകൾ നടക്കുന്നു. അവിടെ അതൊരു മോശം പ്രവണത സൃഷ്ടിക്കുമെന്നുള്ളതാണ്. അതൊരു സംഘർഷത്തിലേക്ക് തന്നെ പോവാം. അപ്പോൾ അത്തരം പ്രവണതകൾക്കെതിരെയുള്ള ശക്തമായ ഒരു പോരാട്ടം ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. ഇദ്ദേഹത്തെ ജയിൽ ഉപദേശക സമിതിയിൽ നിന്നും മാറ്റി നിർത്തുകയാണ് ഗവൺമെൻറ് ചെയ്യേണ്ടത്. കാരണം ഇത്തരം രീതിയിലുള്ള, കാരണം ഒരു ജയിൽ ഉപദേശക സമിതി മെമ്പർ എന്ന നിലയിൽ അവിടെയുള്ള ജീവനക്കാരായാലും ഉദ്യോഗസ്ഥരായാലും അവരെല്ലാം ഈ ജയിൽ ഉപദേശക സമിതി അംഗം പറയുന്നത് കേൾക്കാൻ തയ്യാറായിട്ട് വരും. അപ്പോൾ ഇത്തരത്തിലുള്ള ഡയറക്ഷനാണ് കൊടുക്കുന്നതെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? അദ്ദേഹത്തിന് ഏത് സമയവും ആ ജയിലിൽ കയറി ചെല്ലാൻ പറ്റുന്നു, ഉപഹാരങ്ങൾ കൊടുക്കാൻ പറ്റുന്നു. ഇപ്പോൾ പുസ്തകമാണ് കൊടുത്തത്, ഇനി വേറെന്താ കൊടുക്കുമെന്ന് അറിയില്ലല്ലോ. അപ്പോൾ കണ്ണൂർ സെൻട്രൽ ജയിലിൽ എല്ലാവിധ സാധനങ്ങളും അവിടെ ലഭ്യമാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അതുകൊണ്ട് കണ്ണൂർ സെൻട്രൽ ജയിലിൻ്റെ ഇത്തരത്തിലുള്ള ഒരു സാഹചര്യം, ആ സാഹചര്യത്തിൽ മാറ്റമുണ്ടാകണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാം. അത് ആലോചിക്കാതെ പ്രചരണമാണ് ഇതിൽ വേണ്ടത്. ജനങ്ങളിലാണ് ഇതിനെ സംബന്ധിച്ച് പ്രതിഷേധം ഉയരുന്നത്. ഇതിനെ CPM നേതൃത്വം ന്യായീകരിച്ചതിന് ജില്ലാ ജഡ്ജിയും ജയിലിൽ സന്ദർശിക്കുന്നില്ലേ? അദ്ദേഹം ജയിൽ ഉപദേശക സമിതിയിൽ ജില്ലാ ജഡ്ജിയുണ്ട്.
ജില്ലാ ജഡ്ജി ജയില് സന്ദർശിച്ച പോലെയാണോ ജയരാജൻ പെരിയ കേസിലെ പ്രതികൾക്ക് സ്വീകരണം ഒരുക്കിയത്? ജയരാജനത് പറയാൻ എളുപ്പമാണ്, ജയില് കാട്ടി പേടിപ്പിക്കേണ്ടത്. ഈ ജയിലിലേക്ക് പോകേണ്ടി വന്നപ്പോൾ ജയരാജൻ ഏതെല്ലാം വഴികളാണ് സ്വീകരിച്ചത്? എന്നിട്ട് ജയരാജൻ പാവപ്പെട്ട ഈ ക്രിമിനലുകൾക്ക് ഉപദേശിച്ച് ജയില് കാട്ടി പേടിപ്പിക്കേണ്ട എന്ന് പറഞ്ഞാൽ എവിടെയാ ശരിയാകുക? പേടിച്ചതിന്റെ തെളിവാ സുരയുടെ. അതുകൊണ്ടാണല്ലോ എവിടെ CBI വേണ്ട എന്ന് പറയുന്നത്. ഇപ്പം ഈ നവീൻ ബാബുവിന്റെ കേസുമായി ബന്ധപ്പെട്ട് CBI അന്വേഷണം വന്നാൽ പെരിയ ഇരട്ടക്കൊല കേസുമായി ബന്ധപ്പെട്ടത് സമമായി തന്നെ വരും. പെരിയ ഇരട്ടക്കൊല കേസിന്റെ CBI വരാതിരിക്കാൻ വേണ്ടി കോടിക്കണക്കിന് രൂപ ചെലവാക്കി. ഇവിടെ ഇപ്പം ഈ നവീൻ ബാബുവിന്റെ കേസിൽ CBI വന്നാൽ ആരാണ് യഥാർത്ഥത്തിൽ പ്രതികളാകുക? അതുകൊണ്ടല്ലേ CBI വേണ്ട എന്ന് പറയുന്നത്. അതിൽ ആഘോഷമാണ് ജയരാജന്. രണ്ടുപേരെയും സമന്മാരായി കണ്ട് ഇരക്കൊപ്പമാണെന്ന് പറയുകയും വേട്ടക്കാരനോടൊപ്പം നന്നായിട്ട് സഹകരിച്ചു പോവുകയും ചെയ്യില്ലേ? അന്വേഷണത്തില് മുതിർന്ന ഒരു DIG നേതൃത്വം വേണമെന്ന് കോടതിക്ക് തന്നെ ബോധ്യം വന്നിട്ടുണ്ട്. പിന്നെ നവീൻ ബാബുവിന്റെ ഭാര്യയും കുടുംബവും എതിരെ അപ്പീൽ പോകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് രേഖകൾ, അതുമായി ബന്ധപ്പെട്ട തെളിവുകളെല്ലാം കൃത്യമായി സൂക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ആ കുടുംബം കോടതിയിൽ കൊടുക്കേണ്ടതായ ഒരു സാഹചര്യം വന്നില്ലേ? അതായത് വിശ്വാസകര എല്ലാം തെളിവുകൾ നശിപ്പിക്കപ്പെടും എന്നുള്ളതാണ്. ഇവിടെ കൃത്യമായി ഇത്തരം ഒരു IAS ഓഫീസറും ഒരു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും വന്നൊരു കേസ് തുടക്കത്തിൽ അന്വേഷിക്കാൻ പോയത് ഒരു SHO ആണ് എന്ന് പറയുമ്പോൾ ആ കേസ് എത്ര സീരിയസ് ആയിട്ടാണ് എടുത്തത്? അതിനുശേഷമല്ലേ പിന്നീട് പ്രക്ഷോഭങ്ങൾ വന്നപ്പോഴല്ലേ ഉന്നത റാങ്കിലുള്ള ഉദ്യോഗസ്ഥരെ വെച്ചത്? അത് കേസ് അന്വേഷണം നടക്കുകയല്ലേ. MLA തന്നെ പരാതി കൊടുത്തിട്ടുണ്ട്. MLA IC ബാലകൃഷ്ണൻ തന്നെ SP കണ്ട് പരാതി കൊടുത്തിട്ടുണ്ട്. തനിക്കെതിരെയുള്ള ആരോപണം തെറ്റാണ്, അത് അന്വേഷിക്കണമെന്ന് MLA തന്നെ അതിനെക്കുറിച്ച് പാർട്ടി തലത്തിൽ KPCC പ്രസിഡന്റ് ഒരന്വേഷണത്തിന് ആളുകളെ നിയോഗിച്ചു. അല്ലല്ല, പാർട്ടി തലത്തിലല്ല. അതാണ് നിങ്ങൾക്ക് തെറ്റുപറ്റിയത്. പാർട്ടി തലത്തിലല്ല. പാർട്ടി തലത്തിലുള്ള അന്വേഷണം പാർട്ടി കാര്യങ്ങൾ മനസ്സിലാക്കാൻ. ഈ IC ബാലകൃഷ്ണൻ MLA ആർക്കാണ് പരാതി കൊടുക്കുന്നത്? SP-ക്കാ കൊടുക്കുന്നത്. അല്ലാതെ DCC പ്രസിഡന്റ് അല്ല, KPC പ്രസിഡന്റ് അല്ല കൊടുത്തിരിക്കുന്നത്. അദ്ദേഹം തന്നെ നേരിട്ട്, അല്ലാതെ അദ്ദേഹം ഒളിഞ്ഞു മാറുമല്ല ചെയ്തത്. അദ്ദേഹം ഇത് അന്വേഷിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് SP-ക്ക് കൊടുത്തിരിക്കുന്നത്. അല്ലാതെ അതിനകത്ത് ഒളിച്ചോടുകയല്ല ചെയ്തിരിക്കുന്നത്. കൃത്യമായ അന്വേഷണം വേണം. അത് പോലീസിന് കൈമാറേണ്ടത് ആരാ? എന്തുകൊണ്ട് താമസിച്ച്? അതെ അത് ഞങ്ങളിത് അതെ നമ്മളെ സംശയത. അതെ, KPCC പ്രസിഡന്റ് അതിനെ സംബന്ധിച്ച് അന്വേഷിക്കാൻ അച്ചടക്ക സമിതിയുടെ ചെയർമാൻ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉൾപ്പെടെ ഒരു സമിതിയെ നിയോഗിച്ചിട്ടുണ്ട്. ആ സമിതി അത് അന്വേഷിച്ച് KPCC. അതെ, ഇല്ല, തിരുവഞ്ചൂർ കോട്ടയത്തല്ലേ, എന്ന് വിളിച്ചിരുന്നു. എത്രയും വേഗത്തിൽ അത് ആരംഭിക്കും. പാർട്ടിക്ക് വലിയൊരു ബാധ്യതയായി ഇത്തരം കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ രണ്ട് പേർ DCC ട്രഷറർ ഉൾപ്പെടെയുള്ള ആളുകൾ അച്ഛനും മകനും മരിക്കുക എന്ന് പറയുന്നു. അതിന് കോൺഗ്രസ് നേതാക്കളുടെ പേരെഴുതി വെച്ച് ആത്മഹത്യ കുറിപ്പുണ്ടാക്കുക എന്ന് പറയുന്നു. അപ്പോൾ പാർട്ടിക്ക് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ കഴിയും. അതുകൊണ്ടാണ് ഗൗരവത്തിൽ അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ KPCC അച്ചടക്ക സമിതി ചെയർമാൻ ഉൾപ്പെടെയുള്ള വർക്കിംഗ് പ്രസിഡന്റ് TN പ്രതാപൻ ഉൾപ്പെടെയുള്ള ആ ജില്ലയുടെ സംഘടനാ ചുമതലയുള്ള എന്നെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് കമ്മിറ്റി വെച്ചിട്ടുണ്ട്. ഈ നവീൻ ബാബുവിന്റെ പ്രശ്നം വന്നപ്പോൾ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യ സ്ഥാനത്തിരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞത് കോൺഗ്രസ് ആണ്. സ്വാഭാവികമായി ഒരു ആത്മഹത്യാ കുറിപ്പ് പുറത്തു വന്ന സാഹചര്യത്തിൽ, അതിൽ പേരുണ്ടായ ഒരു സാഹചര്യത്തിൽ IC ബാലകൃഷ്ണൻ MLA സ്ഥാനത്ത് തുടരാൻ യോഗ്യനാണ്. അന്വേഷിക്കട്ടെ. ഏതായാലും PP ദിവ്യ ജില്ലാ പഞ്ചായത്ത് മെമ്പർ സ്ഥാനം രാജിവെച്ചിട്ടില്ലല്ലോ. IC ബാലകൃഷ്ണൻ മന്ത്രിയല്ലല്ലോ. ജില്ലാ പഞ്ചായത്ത് മെമ്പർ സ്ഥാനം രാജിവെച്ചിട്ടില്ലല്ലോ. ഉണ്ടോ? നിങ്ങൾ കമ്പയർ ചെയ്തുകൊണ്ടാണ് പറഞ്ഞത്. പ്രസിഡന്റ് സ്ഥാനം രണ്ടും രണ്ടാണ്.
പ്രസിഡന്റ് സ്ഥാനം 2-2 അത് ഭരണഘടന അത് വീണ്ടും വേണേൽ തിരിച്ചു കിട്ടും. മെമ്പർ സ്ഥാനം അതല്ല, ആരോടും സാധാരണഗതി പറയാറില്ല. പ്രതികളായിട്ട് നിൽക്കുന്നവർ അങ്ങനെയാണ്. എങ്ങനെ ശിവൻകുട്ടി മന്ത്രിയാവും? ആന്റണി രാജു എങ്ങനെ മന്ത്രിയാവും? ചാർജ് ഷീറ്റ് ചെയ്ത കേസിലെ പ്രതികളല്ലേ, നിയമസഭ തല്ലി തകർത്ത കേസിലെ പ്രതികളല്ലേ, അവരെങ്ങനെയാവും? കോടതിയുടെ മുമ്പിൽ പ്രതികളല്ലേ, വിചാരണ നേടുന്ന പ്രതികളല്ലേ. ഇതിൽ നേരെ ഓപ്പോസിറ്റ് ഒരു CPM MLA-ക്കെതിരെയാണ് ഇത്തരത്തിലുള്ള ആരോപണം ഒരു ആത്മഹത്യ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ ഈ രീതിയിലായിരിക്കും പ്രതികരിക്കുക? ഞങ്ങളതിൽ അന്വേഷിക്കണമെന്ന് തന്നെ ഞങ്ങൾക്ക് ഇരട്ടത്താപ്പില്ല. ഞങ്ങൾക്കൊരു കാര്യത്തിൽ ഇരട്ടത്താപ്പില്ല. അതുകൊണ്ടാണ് അതിലെ പോലീസ് അന്വേഷിക്കണമെന്ന് ഇപ്പോൾ DCC പ്രസിഡന്റ് പറഞ്ഞ പോലെ IC ബാലകൃഷ്ണനാണ് SP-യോട് ആവശ്യപ്പെട്ടത്, അന്വേഷിക്കണം എന്ന് പറഞ്ഞു. ആ കാര്യത്തിൽ അതിൻ്റെ ചർച്ചകളും കാര്യങ്ങളായിട്ട് നടത്തുന്ന അവരെ വിളിച്ച് സംസാരിച്ചിട്ടുണ്ട്. കാര്യങ്ങൾ അവരായിട്ട് സംസാരിക്കുന്നുണ്ട്. ഇത്തരം കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് അല്ല, അതെല്ലാം പാർട്ടി ആലോചിച്ചിട്ട് ചെയ്യേണ്ടതല്ലേ, അതിന് സമയമുണ്ട്.